ഇപ്പോൾ നമുക്കിപ്പം അന്ന ഫാത്തിമ ചേർന്നുണ്ട്. അന്ന ഫാത്തിമ ഈ ജമ്മു കാശ്മീരിലെ മലയാളി വിദ്യാർത്ഥികളുടെ ഈ യൂണിയന്റെ പ്രസിഡന്റാണ് അന്ന ഫാത്തിമ. അന്ന, ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ് അവിടെ? നിലവിലുള്ള ഒരു സാഹചര്യം നമ്മൾ ഇപ്പം ഇവിടെ ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുവാണ്. അപ്പം കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മെയിൻ ആയിട്ടും ട്രാവൽ കൺസേൺ. ഞങ്ങൾ ഏകദേശം 10-50ഓളം മലയാളി സ്റ്റുഡൻസ് ഇവിടെ ഓൾറെഡി കിടക്കുവാണ്. നമുക്കിതിന്റെ അതായത് വാർത്തയിലൂടെ വരുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പം ഇത്രയും സിവിയർ ആണെന്നുള്ള സാധനം കാണുന്നത് ഈ ആകാശത്ത് കൂടെ ഈ സാധനങ്ങൾ പോകുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഇത്രത്തോളം സീരിയസ് ആണ് കാര്യങ്ങൾ. കാരണം ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതും പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് കുറെ എയർപോർട്ട് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ട്രാവലിന്റെ അറിയാം. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്. ജമ്മുക്കാരെ തന്നെ ആലോചിച്ച് ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ ജമ്മുക്കാരായാലും കാശ്മീരികളായാലും. പക്ഷെ അവർക്ക് അവരുടെ കുടുംബത്തുണ്ട്, ഞങ്ങൾക്ക് അതില്ല. ഞങ്ങളാണെങ്കിൽ ഫാമിലിയായിട്ട് ഞങ്ങളുടെ ഫാമിലിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രശ്നമുണ്ട്. അവരവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഏത് സമയവും സിഗ്നൽ ചിലപ്പം കട്ടാവാമെന്നും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഈ മലയാളി വിദ്യാർത്ഥികളാണ് ഒരു 50 പേരുണ്ടെന്ന് പറഞ്ഞത്. അതെ 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 50 പേരോളം ഉണ്ട്. ശരി, ഈ നിങ്ങളിപ്പോ നിലവിൽ സേഫ് ആണോ? ഭക്ഷണമൊക്കെ കഴിച്ച് സേഫ് ആണോ? അതായത് ഈ ബ്ലാക്ക് ഔട്ട് നടക്കും എന്നുള്ള ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫുഡൊന്നും നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പം മെല്ലെ മെല്ലെ ഇപ്പം ജസ്റ്റ് കറണ്ട് വന്നിട്ടുണ്ട്. ഇനി വേണം നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ. പക്ഷെ സ്റ്റിൽ ലൈറ്റ് ഒന്നും ഓണാക്കാനും പാടില്ല. എല്ലാവരും അങ്ങനെ ഒരു കൺസേണിൽ എല്ലാവരും ഇരിക്കുകയാണ്. ഇപ്പൊ നാളത്തെ ട്രാവലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ളത്. ഇപ്പം ആ ഭാഗത്ത് ഇപ്പോ ഈ വെടിയൊച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്ത്? നിലവിൽ ഇപ്പം ഒന്ന് കാമാണ്. ഇപ്പൊ ഞങ്ങൾ റൂമിന്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നേരത്തെ സമയങ്ങളിൽ കുറച്ച് മുന്നേ നല്ല രീതിയിലുള്ള ശബ്ദങ്ങളും അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് നോക്കുന്ന സമയത്താണ് ഫുൾ ഈ ആകാശത്തിൽ കൂടെ പോകുന്നത് കണ്ടത്. ഓക്കെ, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ലഭിക്കുകയോ അല്ലെങ്കിൽ ഈ മറ്റാരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ എങ്ങനെ ആരും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇപ്പം മിലിറ്ററിയിൽ ഞങ്ങളുടെ 1-2 ആൾക്കാരുടെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ള സമയത്ത് നമ്മളോട് ഇങ്ങനെ ഇന്നലെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സൂക്ഷിക്കണം, പുറത്തേക്ക് ഇറങ്ങണ്ട എന്നുള്ള സാധനം ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അല്ലാതെ പൊതുജനങ്ങൾക്ക് ഇനി കിട്ടിയ പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാം തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അവിടെ ഇന്നലെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എക്സാം മാറ്റി. ഞങ്ങൾക്ക് ഇന്ന് മുതൽ സെം എക്സാം തുടങ്ങായിരുന്നായിരുന്നു. അതേപോലെ ഇന്ന് രാവിലെയാണ് പറയുന്നത് മൊത്തം എക്സാം മാറ്റി വെച്ചിട്ട് അത് മെയ് 26-ാം തീയതിക്ക് മാറ്റിയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. 26-ന് തുടങ്ങുമോ, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കണോ, നാട്ടിൽ പോവാണോ? പിന്നെ ഇന്നത്തെ ഒരു ഇത് കൊണ്ട് ഞങ്ങൾ കൺഫേം ചെയ്ത് എന്തായാലും എങ്ങനെ വന്നാലും എല്ലാവരും നാട്ടിലേക്ക് പോകണം എന്നുള്ളൊരു സാധനം. അന്ന, ഇപ്പോ ഉള്ളത് നിങ്ങൾ ഈ കോളേജ് ഹോസ്റ്റലാണോ നിൽക്കുന്നത്? ഈ 50 പേരും കോളേജ് ഹോസ്റ്റലിലാണോ? അല്ലല്ല, കോളേജ് ഹോസ്റ്റലിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി പരിസരങ്ങളിലായിട്ട് നമ്മൾ PG എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, റൂം എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ഭൂരിപക്ഷം മലയാളികൾ റൂം എടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ കറക്റ്റ് മേഖല ഏതാണ് അന്ന? നമ്മൾ ജക്ക് എന്ന് പറയും, അതായത് സാമ്പാ ഡിസ്ട്രിക്റ്റില് ജക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അധികം. ജക്ക്, വിജയ്പൂര് അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ടാണ് മലയാളി സ്റ്റുഡൻസ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, ഈ സാമ്പാ സെക്ടറിലടക്കം ഇന്നലെ ഒഴിപ്പിക്കലൊക്കെ നടന്നതാണ് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അത്തരത്തിലൊന്നും ഒരു മുന്നറിയിപ്പും ഈ യൂണിവേഴ്സിറ്റിക്കൊന്നും ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അധികൃതർ അറിയിച്ചില്ല അല്ലേ? യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കൺസേൺ ഉണ്ടാവുമല്ലോ, എക്സാം എന്താണ്, നമുക്ക് പുറത്തിറങ്ങിയത്. നമ്മൾ അടുത്ത് നിൽക്കുന്ന ഇവിടുത്തെ പയ്യന്മാർ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ സേഫ് ആയിരിക്കണം, രാത്രി ഇറങ്ങി നടക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഞങ്ങളെ സേഫ് ആക്കണം എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഒരു സാധനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എക്സാമിന്റെ കാര്യങ്ങൾ ഞങ്ങൾ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ച് ചോദിപ്പിച്ചതാണ് എന്താണ്. അതിനുശേഷമാണ് അവർ അതുവരെ പറയാൻ വേണ്ടി തയ്യാറായത്. ഞങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്, നമ്മൾ അവരുടെ ഒരു കൺസേൺ ആണോ എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അത്ര പോലും ഞങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പം ടീച്ചേഴ്സ് എല്ലാവരും വന്നിട്ട് മെസ്സേജ് അയക്കുന്നത് എല്ലാവരും സേഫ് ആയിരിക്കുക. ഞങ്ങൾ ഇന്നലെ വിളിച്ച സമയത്ത് പറഞ്ഞത് പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ പഠിച്ചോ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോ എന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇപ്പോ അവിടെ ഈ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളൊക്കെ പഴയപടി ആയോ അതോ? ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് പ്രശ്നം ഏതോ ഒരു പോയിന്റിൽ എത്തിയപ്പോ ഞങ്ങൾ 2-3 ആൾക്കാരുടെ ഫോണിലേക്ക് കോൾസ് വരുന്നുമില്ല, അങ്ങോട്ട് കോള് വിളിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് നെറ്റ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഇപ്പോഴും ബ്ലാക്ക് ഔട്ട് തന്നെ. ലൈക്ക് ആരും കറണ്ട് ഒന്നും ഇടുന്നില്ല, ലൈറ്റ് ഒന്നും ഇടുന്നില്ല, ഫുൾ ഇരുട്ടത്ത് തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഓക്കെ, ഈ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞായിരുന്നോ? ഉറപ്പായിട്ടും പറയും. കാരണം അവർക്ക് ഈവൻ ദോ ടെൻഷൻ ആവെങ്കിൽ പോലും അവർ ഈ വാർത്ത കാണുന്നതുകൊണ്ട് അവർ കൂടുതൽ ടെൻസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് സേഫ് ആണ്, കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം അറിയിച്ചാൽ അവർക്ക് കുറച്ചും കൂടെ സമാധാനം ആവുമല്ലോ. പിന്നെ ഈ നെറ്റ് കട്ടാവും എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ
അവർ ഒരിക്കലും ടെൻഷൻ ആവാൻ പാടില്ല നമുക്ക് നെറ്റ് കട്ടായി കഴിഞ്ഞാൽ. അപ്പൊ നമ്മളത് അറിയിച്ചു, അതായത് ചിലപ്പോൾ സിഗ്നൽ കട്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്ന ഇവിടെ കേരളത്തിൽ എവിടെയാണ് സ്ഥലം? നമ്മൾ അതായത് മൊത്തം മലയാളികൾ നോക്കാൻ അത്യാവശ്യം എല്ലാ ജില്ലകളും ഉണ്ട്. ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട്, വയനാട്, മലപ്പുറം, അങ്ങനെ ഒരുപാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് അങ്ങനെ പല സ്ഥലത്തു നിന്നും ആൾക്കാരുണ്ട്. ഓക്കെ, ഈ നിലവിലെ സാഹചര്യം സംബന്ധിച്ച് ഒരു പാനിക് സിറ്റുവേഷൻ ഒന്നും അവിടെ ഇല്ലല്ലോ അല്ലേ? പാനിക് ആണോന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവരും ഒരേപോലെ അല്ല. ഇപ്പം ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആൾക്കാർ വളരെ കൂളാണ്, കുറച്ച് ആൾക്കാർ നല്ല ടെൻഷനാണ്. കാരണം എന്താ അറിയില്ല, ഇന്ന് തന്നെ കുറെ കുട്ടികൾ ഇന്ന് ഇറങ്ങിയതായിരുന്നു. അതായത് ഇന്ന് വൈകുന്നേരങ്ങളിൽ നമുക്ക് കുറെ മിലിറ്ററി വണ്ടികൾ പോകുന്നൊക്കെ കാണാൻ പറ്റും. അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനിൽ കുറച്ച് കുട്ടികൾ ഇന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അപ്പോഴാണ് ഈ ഫുൾ സീനാവുന്നത്. ഇത്തരത്തിലുള്ള ശബ്ദങ്ങളായിട്ട് പകുതി കുട്ടികൾ എന്താക്കി, ഇറങ്ങിയ കുട്ടികൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകുന്നു. എന്നിട്ട് പകൽ സമയത്ത് ഇറങ്ങാം എന്നുള്ളൊരു തോട്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. അപ്പം ടെൻഷന്റെ കാര്യത്തിൽ കുറെ ആൾക്കാർ നല്ല ടെൻഷനാണ്, കുറച്ച് ആൾക്കാർ വലിയ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ശരി അന്ന, എന്താണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട, സേഫ് ആയിട്ട് ഇരിക്കൂ. ഇപ്പോ നിലവിൽ നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഈ രാജ്യത്തില്ല. ഈ പാക് പ്രകോപനങ്ങൾക്ക് ഒരു തിരിച്ചടി നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു യുദ്ധത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് സേഫ് ആയിട്ട് സമാധാനമായി ഭക്ഷണം കഴിച്ചൊക്കെ ഇരിക്കൂ.